നമ്മൾ പിണറായിയെ വിമർശിക്കുമ്പം അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുമ്പം പലരും വിചാരിക്കുന്നത് ഇവരൊക്കെ CPM വിരുദ്ധരാണ്, കമ്മ്യൂണിസം തന്നെ കുഴിച്ചു മൂടപ്പെടണം, ഇങ്ങനെ താല്പര്യം ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണെന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൻ്റെ ഒരു അനിവാര്യതയല്ല. CPM മാത്രമല്ല ഞാൻ പറയണത്. ഇപ്പോൾ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകണം, നിലനിൽക്കണമെന്നും പ്രത്യേകിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും ഗൗതം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാരെ വിമർശിക്കുമ്പോൾ അത് വലിയ പാതകമാണ് എന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല. ഇപ്പോൾ വയനാട് ഫണ്ട് പണിത് കൊടുത്തില്ലെങ്കിൽ പണിത് കൊടുത്തില്ല എന്നല്ലാതെ പണിത് കൊടുക്കാത്തത് നല്ല കാര്യമാണെന്നോ അത് ചെറിയ പ്രശ്നമാണെന്നോ ഒന്നും ന്യായീകരിക്കാൻ നമ്മളെ കിട്ടില്ല. അതേപോലെ തന്നെ CPM-നെ സംബന്ധിച്ചും CPM-നെ വിമർശിക്കാം. ഒരു ക്രിയാത്മകമായ വിമർശനമാകുന്നതിന് പകരം ഇവിടെയുള്ള പ്രോ സംഘപരിവാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർഗീയ അജണ്ടകൾക്ക് ഉത്തേജനം കിട്ടുന്ന, അവരെ പരിപോഷിപ്പിക്കാൻ പോകുന്ന വിമർശനം വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഞാനൊക്കെ ഈ കഴിഞ്ഞ 1-2 മാസം അത്ര രൂക്ഷമായി എന്ത് ചെയ്യാതിരുന്നത്, വിമർശിക്കാതിരുന്നത്. ഞാനൊക്കെ അതിനു മുമ്പ് വിമർശിച്ചിട്ടുള്ള ഒരാളുകളാണ്. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി ആരെയാണ് സഹായിക്കുക എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം വളരെ കൃത്യമാണ്. കാരണം ഇവിടുത്തെ സംഘപരിവാർ അജണ്ടകളോട് ചേർന്ന് നിൽക്കുകയാണ്. ഇനി ഈ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നു, ഞങ്ങൾ വലിയ ബ്രോഡ് ലെഫ്റ്റാണ് എന്ന് പറയുന്ന നിരവധി ആളുകൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ നമുക്കറിയാം. അവരൊക്കെ തന്നെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്ഭവനായിട്ട് കൂടിച്ചേർന്നും അല്ലെങ്കിൽ BJP-യുടെ ആളുകളുമായിട്ട് കൂടിച്ചേർന്നും ഒക്കെ തന്നെയുള്ള ഒരു ഈ പറയുന്ന പോലെ സമരമാണ് CPM-നെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തകർന്നു പോകേണ്ട ഒരു പാർട്ടിയല്ല CPM എന്ന് പറയുന്നത്. കാരണം കേരളത്തിൻ്റെ ഒരു മതേതര ഫാബ്രിക്കിനെ നിലനിർത്താൻ അവർ ചിലപ്പോൾ SDP-യുടെ വോട്ട് മേടിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടാക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം നമുക്ക്. അത് ശരിയാണ്. ആ വിമർശനം നമുക്ക് ഉന്നയിക്കുമ്പോൾ തന്നെ അവരും കൂടി ഇല്ലാതായി പോയാൽ പിന്നെ ഈ 2 വിങ് മാത്രമേ ഇവിടെ ഉണ്ടാകൂ. അതിലേതെങ്കിലും ഭാഗമാകൽ മാത്രമേ രതീഷ് ചക്രപാണിക്കും ഗൗതമനും ഒക്കെ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ വിമർശിക്കും പലപ്പോഴും. ഇന്ന ആള് എന്താണ് മോശമാണെന്നൊക്കെ പറഞ്ഞു. ലോക്നാഥ് ബെഹ്റ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് DGP ആയിട്ട്, ആളുകളെ വിമർശിക്കുമായിരുന്നു. വിമർശിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു പോലീസുകാരെ ബന്ധപ്പെടാൻ നമുക്ക് മനസ്സിലാണ് ഇതിനേക്കാൾ നല്ല എന്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മൾ ആരെയാണ് വിമർശിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ അതിന് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ട് ഈ വിമർശനം മാറുന്നു എന്നുള്ളതും അതിന് മറ്റ് ആളുകളുടെ പിന്തുണ ഇവർ നേടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് എന്ത് ചെയ്തത്, പിൻവാങ്ങിയത്. ഈ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ പോരടിക്കുമ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ CPM വേണം. അല്ല, അതിനെ ബാലൻസ് ചെയ്യാനല്ല, അതിനെ വളരാതിരിക്കാൻ, അതിവിടെ ഈ വലിയ ശക്തികളായി മാറാതിരിക്കാൻ യഥാർത്ഥത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. കാരണം CPM-നൊപ്പം നമുക്ക് നാളെ വേണമെങ്കിൽ ചെന്ന് ചേരാമല്ലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വർഗപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയം മാത്രമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഐഡിയോളജിക്കലി. ചില വോട്ടിന് വേണ്ടിയിട്ടോ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടോ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കടന്നുണ്ട്, അതെല്ലാ പാർട്ടികളും ചെയ്യുന്നുണ്ടാവും. അതൊന്നും അല്ല ഞാൻ പറയണം. അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ ചേരാം. പക്ഷെ മറ്റത് നമ്മളൊരു മതത്തിൽ വന്ന് ജനിച്ചു പോയി, അതായത് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, അത് നമ്മൾ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഗൗതമെന്ന് ആലോചിക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റവൻ്റെ ഒപ്പം ചേരാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇവരുടെ ഒപ്പം എന്ത് ചെയ്യാൻ പറ്റൂ, ചേരാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിൽ നമ്മളെന്താണ് ഒരു തീവ്ര നിലപാടെടുക്കുന്ന, ഒന്നും അറിയാതെ ഒരാൾ ഒരു മതത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ജനിച്ചു പോയി എന്നുള്ളതുകൊണ്ട് അവനെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യമാണ് ഗൗതം അറിയേണ്ടത്. ഇവിടെയുള്ള എല്ലാ യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയകളും അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി, പെട്ടുപോകുന്നത്. കാരണം അവർ ഒരു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സംഘപരിവാറിൻ്റെ ആളുകൾ വലിയ റീച്ച് ഉണ്ടാക്കി കൊടുക്കും, പിന്നെ അവർക്ക് അനുകൂലമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിയും കോൺഗ്രസ് നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടാക്കുന്നു, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊടുക്കുന്നു. ഇപ്പോൾ ഇന്ന് വെള്ളാപ്പള്ളി തടസ്സം വന്നിട്ടുണ്ടല്ലോ മുസ്ലിം ലീഗിന്. ഈ കോൺഗ്രസ് അധികാരത്തിലേറെ ഉണ്ടാകാൻ പോകുന്ന ഡേഞ്ചർ എന്താണെന്നറിയാമോ? ഡേഞ്ചർ BJP-യോട് ഭയങ്കരമായിട്ട് വളരും. എന്താ കാര്യം? മുസ്ലിം ലീഗ് ഭരിക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുകയാണ്. ഇനി ഏത് സർക്കാരിൻ്റെ തീരുമാനത്തിനും ഗൗതം ഇപ്പം ഇന്ന് ഞാൻ എഴുതി വെച്ച് തരാം, നോക്കിക്കോ. ഇന്ന് തന്നെ വെള്ളാപ്പള്ളി ഇലക്ഷൻ തുടങ്ങി കഴിഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്. കോൺഗ്രസിന് നേരിട്ട് മുഖ്യമന്ത്രി തീരുമാനിച്ചുകൂടെ? ആ മുഖ്യമന്ത്രി തീരുമാനിക്കാതെ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ പോണെന്ന് പറയണേ. മനസ്സിലായോ? അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ പറഞ്ഞു നിർത്തി. ഇനി അടുത്ത വാക്ക് കുറച്ചും കൂടി കടത്തി പറയലായിരിക്കും. അടുത്തത് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കടത്തി പറയലാവും. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ ആര് വളരുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏത് വളരും? മറ്റൊരു വിഭാഗവും കൂടി എന്ത് ചെയ്യും, വളരും. മനസ്സിലായോ? സംഘപരിവാറിന് കുറച്ചുകൂടി കരുത്തേകും. ആ കരുത്തേകുന്ന പണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ നമുക്കിപ്പോൾ വേറെ VD സതീശൻ മുഖ്യമന്ത്രി ആയാലോ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലോ എന്താണ് പ്രശ്നമുള്ളത്? നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അല്ല, ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ പിണറായി വിരുദ്ധത
ഉണ്ട്. പല ആളുകൾക്കും പിണറായി വിരുദ്ധത ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവരുടേതായ വിമർശനങ്ങളും കാരണം കൊണ്ടായിരിക്കും. പക്ഷെ പിണറായി വിരുദ്ധരായിട്ടുള്ളവരെല്ലാം CPM പാർട്ടി വിരുദ്ധരാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്നത് തെറ്റായ പ്രവണതയാണല്ലോ. അവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേണമെങ്കിൽ പേരെടുത്ത് പറയാം, ഗൗതമിന് ബുദ്ധിമുട്ടാവും, ചാനലിന് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടാണ്. ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാനിപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ചില ആളുകളെ കുറിച്ച് തന്നെ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് സ്മൃതി പരുത്തിക്കാട്. നിങ്ങൾക്കൊരു വിരുദ്ധതയാകാം, അതിന് പ്രശ്നമില്ല. പക്ഷേ നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനും നിങ്ങളൊരു പൊതുവായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഫാക്ട്സ് വേണം. പെൻസിൽ കൊണ്ട് വരച്ചത് നിങ്ങൾ വിള്ളലാണെന്ന് എന്ത് ചെയ്യരുത് പറയരുത്. പെൻസിൽ കൊണ്ട് വരച്ചതാണ് എന്ന് പറയണം. അവിടെ വെള്ളം കിനിയുന്നുണ്ടെങ്കിൽ വെള്ളം കിനിയുന്നുണ്ട് എന്ന് പറയണം. അതുപോലെ തന്നെ മറ്റേ ഇപ്പോൾ സ്മൃതി ഇരുന്നിട്ട് ഒരു വീഡിയോയിൽ ഇരുന്ന് പറയാനായിട്ട് എനിക്ക് വലിയ സങ്കടം തോന്നിപ്പോയി. സ്മൃതി എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? കാരണം സ്മൃതി പറയുന്നത് VD സതീശൻ നിലവിളക്ക് കൊളുത്തിയത് ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുമ്പിലല്ല, വിളക്ക് കൊളുത്തിയപ്പോൾ ആരോ ചിത്രം പുറകെ സ്മൃതി പരുത്തിക്കാട് ഒരു പാർട്ടി വിരുദ്ധയാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ നിങ്ങളുടെ പിണറായി വിരുദ്ധത ഞാനിപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളായതുകൊണ്ട് പുള്ളിക്കാരെ കുറിച്ച് ഞാൻ സ്മൃതി പരുത്തിക്കാട് പാർട്ടി വിരുദ്ധമല്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിരുദ്ധത മൂത്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യരുത്, ഒരു സൈഡ് കാണാതിരിക്കരുത്, അന്ധത ബാധിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോ വൈര്യനിര്യാതന ബുദ്ധിയോ അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള അദമ്യമായിട്ടുള്ള സ്നേഹമോ ഒക്കെ നമുക്ക് കൂടിയാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മൾ പിന്നെ ചിലപ്പോൾ ഫാക്ട്സ് കാണാതെ പോകും. മനസ്സിലായി? ഫാക്ട്സ് നമ്മൾ എന്ത് ചെയ്യരുത്, കാണാതിരിക്കരുത് എന്നുള്ളത് മാത്രമാണ്. താങ്കൾ പറഞ്ഞത് അന്ധമായിട്ടുള്ള ഒരു ഭക്തി, ഒന്നിനോട് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ തെറ്റ് കാണാൻ പറ്റില്ല. ഞാനിപ്പോ ഒരൊറ്റ കാര്യങ്ങളോട് പറഞ്ഞുള്ളൂ. ഇപ്പൊ വെള്ളം കിനിയുന്നുണ്ട്, അത് കിനിയാമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് നമുക്ക് ഉന്നയിക്കാം. ആ ചോദ്യം ഉന്നയിക്കൂ. ഇപ്പൊ വീണ ജോർജ് കള്ളം പറഞ്ഞതാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു, അവർ തന്നെ മൊഴി മാറ്റിയിരിക്കുന്നു, നമുക്കത് പറയാം. പക്ഷെ അതിന് പകരം അവരുടെ ഈ പറഞ്ഞ മുടി നരച്ചിരിക്കുന്നു എന്ന് പറയുകയും അവരെന്ത് ചെയ്യുന്നിരിക്കുന്നു വളരെ ഇപ്പോൾ വേറൊരാൾ എന്നോട് പറയുന്ന എപ്പോഴുള്ള വാചകമുണ്ട്. പിണറായി വിജയൻ ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കൈകളുടെ ഉള്ളിലേക്ക്, അറിയപ്പെടുന്ന ഒരാളാണ് കേട്ടോ, ഞാൻ പേര് പറയില്ല, കൈകളുടെ ഉള്ളിലേക്ക് കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്ന് പറയണം. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ വിരോധം കൊണ്ടാണ്. അല്ല, ഇതിന്റെ വേറൊരു വലിയൊരു കോമഡി എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ്. അതിങ്ങനെ പലരും പ്രചരിപ്പിക്കാറുണ്ട്. പിണറായി അധികാരത്തിൽ വന്നതുകൊണ്ടാണ് കൊറോണയും അതേപോലെ തന്നെ എന്തൊരു അസംബന്ധമാണ്, ശരിക്കും പറഞ്ഞ വിഡിത്തമാണ്. അസംബന്ധമല്ല. അതൊക്കെ ഇപ്പൊ എന്നോട് ഞാനൊരു കാര്യം 2-3 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന് പിണറായിയുടെ ഈ കാര്യം, രണ്ടാമത്തത് എനിക്ക് സ്മൃതിയോട് വലിയ അടുപ്പവും സ്നേഹവും തോന്നിയതിൻ്റെ ഒരൊറ്റ കാര്യം എന്താണെന്ന് അറിയാമോ? സ്മൃതി മീഡിയ വണ്ണിൽ പോയി ജോയിൻ ചെയ്തു. മീഡിയ വണ്ണിൽ പോയി ജോയിൻ ചെയ്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ മീഡിയ വണ്ണ് ആ പ്രശ്നം നേരത്തെ ഉള്ളതാണ്. ഇനി നേരത്തെ ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം എന്താണെന്നറിയാമോ? സ്മൃതി എന്ന് പറഞ്ഞ ആൾ വലതുകാലം അങ്ങോട്ട് വെച്ച് കയറിയപ്പോൾ തന്നെ എന്ത് ചെയ്ത് സ്ഥാപനം പൂട്ടാൻ പറയുന്നതാണ്. എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പം സ്മൃതി പറയുന്ന ഒരു കാര്യം തെറ്റാണെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, കൃത്യമായി പൊളിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തെറ്റാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, ബോധ്യപ്പെടുത്താം. പിന്നെ നിങ്ങൾ എന്തിനാണ് മോശപ്പെട്ട വർത്താനങ്ങളിലേക്കും ചീത്ത പറയാനോ ഒക്കെ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് പിണറായി വിജയനാണെങ്കിലും രതീഷ് ചക്രവാണിയാണെങ്കിലും സ്മൃതി പരുത്തിക്കാടാണെങ്കിലും ഗൗതം കൃഷ്ണയാണെങ്കിലും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായ വിമർശനങ്ങൾ എന്ത് ചെയ്യും. സ്മൃതി പരുത്തിക്കാരനോട് പക്ഷേ വെട്ടുക്കിളിക്കൂട്ടങ്ങളൊക്കെ ചെയ്തത് വളരെ മോശമാണ്. അല്ല, അത് മോശമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ തന്നെ തുറന്നു പറഞ്ഞത്. ഞാൻ തുറന്നു പറയുകയും ഞാൻ വിമർശിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ സ്മൃതിയുടെ കാര്യമല്ലേ ചർച്ച, നമ്മുടെ ചർച്ച പിണറായി വിജയനായതുകൊണ്ട് ഈ പിണറായി വിരുദ്ധത അങ്ങോട്ട് മൂത്തിട്ട് എന്തെന്ന് നമ്മൾ CPM തന്നെ ഇവിടെ ഇല്ലാതാകണമെന്നും എന്ത് ചെയ്യണമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതാകണമെന്നും LDF ഇല്ലാതാകണമെന്നും ഒക്കെ ആഗ്രഹിക്കുകയും താങ്കൾ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലെ ഇപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റീച്ചുള്ള പല യൂട്യൂബേഴ്സായിട്ടുള്ള ആളുകൾ പോലും നിങ്ങൾ ഈ വാചകം പറഞ്ഞിട്ടുണ്ട്. അവർ നിരീശ്വരവാദികളാണെന്നും അവർ വളരെ ലോജിക്കലി ചിന്തിക്കുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് താങ്കൾ ഈ പറഞ്ഞ വാചകം പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ ഭൂതം വന്നു, അപ്പം തന്നെ എന്ത് ചെയ്തു, കൊറോണ വന്നു, എന്ത് വന്നു എന്നൊക്കെ. അതെ, മനസ്സിലായി? നിങ്ങൾ വസ്തുതാപരമല്ലാത്ത ഒരു വിമർശനത്തെയും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. അത് നാളെ ഗൗതം കൃഷ്ണക്കെതിരെയും വന്നിട്ട് ഒരാൾ പറയാണ് ഗൗതം കൃഷ്ണയുടെ തലയെ മുടിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല, എൻ്റെ തലയെ മുടിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. മനസ്സിലായി? ഗൗതം കൃഷ്ണയുടെ തലയിൽ മുടിയില്ലെന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ അംഗീകരിക്കാനാണ്? എൻ്റെ കണ്ണിന് എന്താ വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ അല്ലാതെ മറ്റേ 300 വീട് KPCC അവിടെ വെച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ പറയുന്ന കാര്യം വസ്തുതാപരമായിട്ട് പറയൂ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിരവധി കാര്യങ്ങളിൽ ചിലപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാറുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ആ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയാം. പക്ഷേ എനിക്കത് തുറന്നു പറയാൻ പറ്റാത്ത ചില ബന്ധങ്ങൾ എനിക്ക് അതിനകത്ത് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വീഡിയോ എടുക്കാതിരിക്കും. ഇവിടെ നേരെ തിരിച്ചാണ് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ചില യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്, അവർ നേരെ പിണറായിനെ അങ്ങോട്ട് എന്ത് ചെയ്യണേ, പിണറായി കൈ എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് വെച്ചെടുക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താ അറിയോ? ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ. ഇപ്പം മറ്റേ നമ്മുടെ
ബ്രിട്ടനിലുണ്ടായിട്ടുള്ള പ്രധാനമന്ത്രി, ഇന്ത്യൻ വംശജനായിട്ടുള്ള പ്രധാനമന്ത്രിക്ക് തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹം സ്നീക്കേഴ്സ് ഇട്ടു, അതായത് അഡിഡാസിന്റെ സ്നീക്കേഴ്സ് എന്ന് പറഞ്ഞ് ഷൂ ഇട്ടു എന്ന് പറഞ്ഞ് വലിയ ഈ പറഞ്ഞ പോലെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് സൈബർ ലോകത്ത്. എന്താണെന്ന് വെച്ചാൽ അയാൾ കോടീശ്വരനായിട്ടുള്ള ആളാണ് ഋഷി സുനക്. പിന്നെ എന്തിനാണ് ഈ ചെറിയ എന്ത് ചെയ്തേക്കണം അഡിഡാസിന്റെ സ്നീക്കേഴ്സ് ഇട്ട് ഇപ്പോൾ സാധാരണക്കാരനാണെന്ന് കാണിക്കാൻ നോക്കുന്നത് എന്ന് പറഞ്ഞ് വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഈ വിമർശനത്തിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ അയാളുടെ നമുക്ക് വെറുപ്പാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്താലും നമുക്ക് എന്ത് തോന്നുന്നതാണ്, മോശം തോന്നുന്നതാണ്. മനസ്സിലായ? അപ്പൊ അതേപോലെയുള്ള വിമർശനങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ താങ്കൾ പറഞ്ഞത് ശരി, ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢതന്ത്രമുണ്ട്. അതായത് പുറമെ പിണറായി വിരുദ്ധത കാണിക്കുക, തീർച്ചയായിട്ടും പിണറായി വിമർശിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള തന്ത്രം എന്ന് പറയുന്നത് CPM തന്നെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ തന്നെ ഇല്ലാതാക്കുക. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെയുള്ള ചില ലീഗ് അനുഭാവികൾ, അതേപോലെ തന്നെ ചില BJP-ക്കാർ, ഇവർക്കൊക്കെയാണ് ഈ ഗൂഢതന്ത്രമുള്ളത്. ഇവരൊക്കെ പുറമെ പിണറായി വിരുദ്ധരാണ്. ഗൗതത്തിന് കൃത്യമായിട്ട് അറിയാലോ. ഞാനിവിടെ ആശാ സമരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിലപാട് എന്താ, നിങ്ങൾ ആശാ സമരത്തിൻ്റെ ആശാ വർക്കേഴ്സിന് പണം കൂട്ടേണ്ട 2 കക്ഷികളാണുള്ളത്. ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റും ഒന്ന് കേരള ഗവൺമെൻറ്റും. ഞാനും താങ്കളും കൂടി ഒരു കമ്പനി പാർട്ട്ണർഷിപ്പായിട്ട് തുടങ്ങുന്നു. എന്നിട്ട് തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു, എനിക്കെതിരെ മാത്രം സമരം ചെയ്തു, താങ്കളുടെ കയ്യിൽ നിന്ന് കുട മേടിച്ച് ചൂടുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു അപകയില്ലേ? അപകയില്ലേ? നമ്മൾ രണ്ടുപേരും ഈക്വൽ പാർട്ട്നേഴ്സ്, 50% താങ്കളും ഉണ്ടെന്ന് വിചാരിക്കും. എൻ്റെ ഇത് കുട മേടിച്ച് കൊടുത്തു. ആ അഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യണേണ്, ഈ പറയുന്ന കുറേ പിണറായി വിരുദ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് രതീഷ് ചക്രപാണി അപ്പുറത്തേക്ക് മാറി എന്ന് പറഞ്ഞാൽ രതീഷ് ചക്രപാണിക്ക് പുല്ലാണ്. അത്രേ ഉള്ള കാര്യം. അല്ലാതെ ഇതിനപ്പുറത്തേക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ വീണ ജോർജിൻ്റെ വിഷയമടക്കമുള്ള വിഷയങ്ങളിൽ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയാൽ അവർക്ക് മിസ്റ്റേക്ക് പറ്റി, സംഭവമുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവരെ എന്ത് ചെയ്യേണ്ട, വിമർശിക്കേണ്ട ആവശ്യമില്ല. അകാരണമായി വിമർശിക്കുകയോ അകാരണമായി അവരെ നമ്മൾ ന്യായീകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എക്കാലത്തും എൻ്റെ പോളിസി. പിണറായി വിജയൻ വികസനം കൊണ്ടുവന്നില്ല എന്നുള്ളത് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യില്ല, എനിക്ക് ദഹിക്കില്ല. ഞാൻ നരേന്ദ്രമോദിയെ കൃത്യമായി എതിർക്കുന്ന ഒരാളാണ്, ഗൗതത്തിനറിയാം. പക്ഷേ ഇതേ ചാനലിൽ തന്നെ ഞാൻ നരേന്ദ്രമോദി കഠിനാധ്വാനിയാണെന്നും രാവിലെ പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അത് ശരി, അപ്പം നീ സംഖ്യ ആയല്ലോ എന്നാണ്. നമ്മുടെ ഒരു പൊളിറ്റിക്സിൻ്റെയും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ കുഴപ്പം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ബ്ലോക്കിലായി നമ്മൾ അവരെ അങ്ങോട്ട് എതിർത്തോണ്ടിരിക്കണം എന്നാണ്. നിങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പം നമുക്ക് സതീശനോട് എതിർപ്പുണ്ട്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോട് എതിർപ്പുണ്ട്, അല്ലെങ്കിൽ KC വേണുഗോപാലിനോട് എതിർപ്പുണ്ട്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോട് എതിർപ്പുണ്ട്, പിണറായി വിജയനോട് എതിർപ്പുണ്ട്. ഇവർക്കൊന്നും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ലേ? ഇവർക്കൊന്നും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ലേ? ഗൗതം, ഇവർക്കൊക്കെ പല തരത്തിലുള്ള ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ ഗൗതം, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അവർ അവിടെ വരെ എത്തിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വസ്തുതാപരമായി ഫാക്ച്വലി എന്ത് ചെയ്യണം, എതിർക്കണം. അത് മാത്രമേ ഉള്ളൂ കാര്യം. എന്തായാലും നമ്മളെ VD സതീശനെ വിമർശിച്ചാലും, രാഹുൽ ഗാന്ധിയെ വിമർശിച്ചാലും, നരേന്ദ്രമോദിയെ വിമർശിച്ചാലും, പിണറായി വിജയനെ വിമർശിച്ചാലും, ഇതൊന്നും ഈ പാർട്ടികൾ ഇല്ലാതാകണമെന്നുള്ള ആഗ്രഹത്താലല്ല. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു ചെറിയ കമൻറ്റ് കൂടി പറഞ്ഞത് അവസാനിപ്പിക്കുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിണറായി വിജയൻ വളരെ അസഹിഷ്ണുതയുള്ള ഒരാളാണ്, വിമർശനങ്ങളോട് പുള്ളി പുറംതിരിഞ്ഞ് നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരെ വിമർശിച്ച് നമ്മൾ ഒരു വീഡിയോ ഇട്ട് നോക്കിയിട്ടുണ്ട്. പിണറായി വിജയനെ വിമർശിച്ചും അതുപോലെ ഗോവിന്ദമാഷ് വിമർശിച്ചും ഒക്കെ ഞാൻ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ ഞാൻ കാണുമ്പോൾ ഗൗതം അറിയേണ്ടത് അവർ നമ്മളോട് വളരെ മര്യാദക്കും സ്നേഹപൂർവ്വം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പെരുമാറിയിട്ടുണ്ട്. മനസ്സിലായി? പല CPM നേതാക്കന്മാരെല്ലാവരും തന്നെ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പെരുമാറിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അസഹിഷ്ണുതയുള്ളവരാണ് എന്ത് ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായി? 2, 2, 4 എന്ന് പറയുമ്പോൾ ഗൗതം എന്നപ്പോൾ ഇവിടെ ഒരു വീഡിയോയിൽ ഇരുന്ന് 5 എന്ന് പറയുമ്പോൾ ഞാൻ പറയണേ, ഗൗതം പറഞ്ഞത് തെറ്റിപ്പോയി, 2, 2, 4 ആണെന്ന് ഞാൻ പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പോലെ എന്ത് ചെയ്യുന്നില്ല, അസഹിഷ്ണുതയാണ്, നമ്മളോട് മിണ്ടുന്നില്ല. നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള ആളുകളാണ് ആര് സഹിഷ്ണുത പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. എനിക്കൊക്കെ അത്തരത്തിലുള്ള കുറേയധികം ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. അതായത് CPM-കാരാണ് പിണറായി വിമർശിച്ചതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് പോയ ആൾക്കാർ. അല്ല ഉണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അത് ഒരു സൈഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ബ്ലോക്ക് ചെയ്ത് പോയി താങ്കളുടെ എൻ്റെയൊക്കെ കോമൺ ഫ്രണ്ട്സിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് അവരുടെ അറിവില്ലായ്മ വിവരക്കിടയൊക്കെ നമുക്ക് ഓർക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ വന്ന് ഒരു യൂട്യൂബ് ചാനലുകളിലൂടെ നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നവരാണ് എന്തിനെക്കുറിച്ച്, സഹിഷ്ണുതയെക്കുറിച്ചും ക്രിയാത്മകമായ വിമർശനത്തെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യരുത്, പറയരുത്, ഉദ്ബോധിപ്പിക്കരുത്. നമുക്കൊക്കെ അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടാവുമല്ലോ ഗൗതം. ഇപ്പോൾ അവർ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പിണങ്ങിപ്പോവും, ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ, അവരൊക്കെ ചെറിയ മനുഷ്യരാണ്. പക്ഷെ ഇവരൊക്കെ സമൂഹത്തിൽ വലിയ മനുഷ്യരും സഹിഷ്ണുതയുടെ നിറകുടങ്ങളുമായി എന്ത് ചെയ്യാണ്, നിൽക്കുകയാണ്. എന്നിട്ട് പിണറായി വിജയനെ വിമർശിച്ചിട്ട്, പിണറായിനെ 1000 വട്ടം വിമർശിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അവർ ഇപ്പോഴും വഴിയിലൂടെ നടന്നു പോകുന്നവരാണ്. പക്ഷെ പ്രശ്നം നമ്മൾ പുള്ളിയെ വിമർശിച്ച് അപ്പം തന്നെ എന്ത് ചെയ്യാണ്, ഇനി അവർക്ക് അനുകൂലമായ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യാണ്, പ്രശ്നമാണ്, സൗഹൃദമാണ്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട്
പറഞ്ഞു വന്ന കാര്യത്തിലേ ഉള്ളൂ, CPM പോലെയുള്ള രാഷ്ട്രീയ പാർട്ടി ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അത് കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിലും നിലനിൽക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടും ഈ പറയുന്ന പോലെ പൊളിറ്റിക്സിൽ ഈ പലർക്കും അനുകൂലമായിട്ടും അതുപോലെ എതിർത്തും ഒക്കെ തന്നെ വീഡിയോകൾ ചെയ്യാറുണ്ട്. വസ്തുതാപരമായ വിമർശനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ജനസമൂഹമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യം കുറെ കൂടി സുന്ദരമായി മാറുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിന് ബോറിസ് ജോൺസണ് UK രാജിവെക്കേണ്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജനസമൂഹം അത്രത്തോളം അവെയർ ആയതുകൊണ്ടാണ്. മനസ്സിലായി? അദ്ദേഹത്തെ ഒരു പാർട്ടിക്കകത്ത് നിന്നുള്ള ഒരാൾ പോലും എന്ത് ചെയ്യില്ല, ന്യായീകരിക്കില്ല. ഇപ്പൊ സ്ത്രീ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ഡീലിമിറ്റേഷന്റെ വിഷയത്തിൽ താങ്കൾ മോദിയെ അനുകൂലിച്ചെന്ന് തോന്നുന്നല്ലേ? അല്ല, മോദി ഞാൻ ശ്രദ്ധിച്ചു അത് അല്ലല്ല, മോദി എല്ലാവരും അല്ലല്ല, അത് മോദി അനുകൂലിച്ചല്ല, മോദി എതിർത്താണ് ചെയ്തേക്കുന്നത്. സ്ത്രീ സംവരണത്തിൻ്റെ കാര്യത്തിൽ മോദിനെ അനുകൂലിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ മോദി അതിനകത്ത് കാണിച്ചിട്ടുള്ള തന്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഡീലിമിറ്റേഷനും ഇതും കൂടി ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 543 തന്നെ വേണമെങ്കിൽ സംവരണം കൊണ്ടുവരാം. പക്ഷേ അത് 850 ആക്കിയിട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നത് മോദിയുടെ ഒരു ബുദ്ധിയാണ്. ആ ബുദ്ധിയിലേക്ക് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾ സ്ത്രീകൾക്കെതിരാണെന്ന് പറയാനുള്ള ഒരു ഗ്യാപ്പും ഒരു പ്രചരണത്തിനും ആയുധമാക്കാനായിട്ട് കഴിഞ്ഞു. അത് ബംഗാളിലും തമിഴ്നാട്ടിലും വേണ്ടി പ്രചരണത്തിന് വേണ്ടി മാത്രമാണ് പുള്ളിയെ ബില്ല് കൊണ്ടുവന്നത്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിനിടെ കൂടി ഇത്ര അർജന്റായിട്ടൊരു സ്ത്രീ സംവരണം കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും CPM കേരളത്തിന്റെ അനിവാര്യതയാണ്.